കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥിക്കെതിരെ വലിയ തരത്തിലുള്ള പരാതികൾ 3 പേർ നൽകിയിട്ടുണ്ട്. അതിൽ ഒരാളാണ് എനിക്കൊപ്പമുള്ളത്. എന്താണ് പേര്? സഫീറ. എന്താണ് ഇത്തരത്തിലുള്ള പരാതിക്ക് അടിസ്ഥാനമായ കാര്യം? വീട്ടിൽ വന്ന് സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു. സ്ഥാനാർത്ഥിയും കൂടെ 2-3 പേരുണ്ടായിരുന്നു. പിന്നെ കുറെ പേര് റോഡിലുണ്ടായിരുന്നു. അപ്പോൾ പരാതി കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക്ക് വോട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. നമ്മുടെ കുട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ, മതം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വന്നത്. മുസ്ലിം കുട്ടിക്ക് വോട്ട് കൊടുക്കാന്നുള്ളത്, മുസ്ലിം വനിത നിയമസഭയിലേക്ക് വന്നാൽ നന്നായിരിക്കും എന്നുള്ള ആ ഒരു രീതിയാണ് അവർ ഉപയോഗിച്ചത്. വർഗീയത എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് അവർ കൊണ്ടുവന്നത്. നമ്മുടെ കുട്ടിക്ക് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയതയാകും, അത് മുസ്ലിം കുട്ടിയാകും. വല്ലാത്തൊരു കണ്ടുപിടുത്താണ് സഫീറത്താത്ത നടത്തിയിട്ടുള്ളത്. ഈ സഫീറത്ത ആരാന്നറിയോ? അവരെ കീഴരിയൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ള ആളാണ് ഈ സഫീറത്ത. പാർട്ടിക്ക് വേണ്ടിയിട്ട് ചില ഘട്ടങ്ങളിൽ പാർട്ടി എന്തെങ്കിലും പ്രതിസന്ധിയിൽ പെട്ടുപോകുമ്പോഴൊക്കെ ഇതേപോലെ ന്യൂസുകൾ കൊടുക്കേണ്ടി വരും, പരാതി കൊടുക്കേണ്ടി വരും. പാർട്ടിൻ്റെ അടിമകളായിട്ടുള്ള ആളുകൾ പല കാലഘട്ടങ്ങളിലായിട്ട് ചെയ്തു പോരുന്ന കാര്യമാണ് സഫീറത്തായും ചെയ്തു പോന്നിട്ടുള്ളത്. പാവാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരാളാണ് ഈ പാവം സ്ത്രീ. ഏതായാലും അത് നമുക്ക് മാറ്റിവെക്കാം. പേരാമ്പ്രയിലെ LDF സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ LDFന്റെ കൺവീനറുമായിട്ടുള്ള TP രാമകൃഷ്ണൻ, അദ്ദേഹം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് 2-ാം തീയതി പറഞ്ഞിട്ടുള്ള കാര്യം അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ വോട്ട് നമ്മുടെ കൗമിലെ കുട്ടിക്ക്. ആരെങ്കിലും അറിയാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തും. ഫാത്തിമ തഹ്ലിയക്കെതിരായ പ്രചാരണത്തിൽ വിശദീകരണവുമായി TP രാമകൃഷ്ണൻ. 2-ാം തീയതിൻ്റെ പോസ്റ്ററാണിത്. മീഡിയ വണ്ണിൻ്റെതാണ്. മീഡിയ വണ്ണിൻ്റെതാകുമ്പോൾ ചിലപ്പം സഖാക്കൾക്ക് ഒരു പ്രയാസം ഉണ്ടാവും. എന്നാൽ 4-ാം തീയതി അഥവാ ഇന്നത്തെ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കാർഡിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: ഫാത്തിമ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നില്ല. അങ്ങനെയൊരു ആക്ഷേപം LDFനില്ല. TP രാമകൃഷ്ണൻ. LDFനില്ല എന്ന് പറയുമ്പം LDFന്റെ കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണനാണ് ഇത് പറയുന്നത്. അല്ലാതെ പേരാമ്പ്രയിലെ LDFന്റെ സ്ഥാനാർത്ഥി മാത്രമായിട്ടുള്ള TP രാമകൃഷ്ണനല്ല ഇത് പറയുന്നത്. LDFന്റെ കൺവീനറാണ് ഇത് പറയുന്നത്. ഇനി ഇങ്ങനെ ഒരു ആക്ഷേപമായിട്ട് LDFന്റെ പ്രവർത്തകർ, സോഷ്യൽ മീഡിയയിലെ സൈബർ സഖാക്കളൊക്കെ വല്ലാതെ രംഗത്തിറങ്ങുകയാണെങ്കിൽ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. LDFന്റെ കൺവീനർ തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരു ആക്ഷേപം ഫാത്തിമ തഹ്ലിയക്കെതിരെ ഇല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഇനിയും ഇത് പ്രചരിപ്പിച്ച് കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ വർഗീയത പറഞ്ഞിട്ട് വോട്ട് പിടിക്കേണ്ട ഒരു സാഹചര്യവും പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയക്കില്ല. ഫാത്തിമ തഹ്ലിയ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്. കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥിയാണ്. പേരാമ്പ്രയിലാണ് മത്സരിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് ഫാത്തിമ തഹ്ലിയയെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ